ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഏരീസ് നിങ്ങളുടെ എന്താണ് കറണ്ട് ഫീലിങ്സ് എന്ന് നമ്മൾ നോക്കും. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യണം ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നമ്മൾ നോക്കുക. ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താവും അതും നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അത്ര ലൈക്സ് വരാറില്ല, അതുകൊണ്ടാണ് എപ്പോഴും ഏരീസ് ആൻഡ് ടോറസ് ലാസ്റ്റിൽ വരണത്. എന്നുവെച്ചാൽ അത്ര ലൈക്സ് ഇല്ല വീഡിയോസിന് ആൻഡ് വ്യൂസും ഇല്ല. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ. എന്നുവെച്ചാൽ അങ്ങനെയാണ് കൂടുതൽ ലൈക്സ് കിട്ടുക, വ്യൂസ് കിട്ടുക. അതല്ല വെച്ചാൽ സ്റ്റാർട്ട് ടു ഫിനിഷ് വീഡിയോനെ കണ്ടാലും മതി. അപ്പോൾ ഏരീസ് നിങ്ങളുടെ എംപറർ എനർജിയാണ് ഇവിടെ ഓവറോൾ എനർജി. ഇത് ആക്ച്വലി നിങ്ങളുടെ തന്നെ എനർജിയാണ്, ഏരീസ് എനർജിയാണ് ഇത്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പവർഫുൾ സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ കുറേ ഒരു നിങ്ങളുടെ ട്രൂ എലിമെൻറ്റിലാണ്, ട്രൂ എനർജിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യവും ഒളിപ്പിക്കാണ്ട് പറഞ്ഞ കുറേ പ്രൗഡായിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഒത്തൻറ്റിക് സെൽഫാണ് നിങ്ങൾ. അപ്പോൾ എംപറർ എനർജി കുറേ ഒരു വൈസ്, കുറേ മെച്ചോർ പേഴ്സൻ്റെ എനർജിയാണ്. കുറേ ഒരു എസ്റ്റാബ്ലിഷ് പറഞ്ഞ കുറേ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. എക്സ്പീരിയൻസ് ഇല്ലാച്ചാലും നിങ്ങൾ കുറേ വൈസാണ്, കുറേ വിസ്ഡം ഉള്ള പേഴ്സണാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ, കുറേ ഒരു പവർഫുൾ എനർജിയിലാണ്. ഈ പേഴ്സൻ്റെ എനർജി 4 of Wands ആണ്. അപ്പം നിങ്ങളുടെ എനർജി കണ്ടിട്ട് ഈ പേഴ്സൺ ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. ഇവിടെ ഞാനൊരു സെലിബ്രേഷനാണ് കാണുന്നത്. മേ ബി നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് അവർക്ക് വേണ്ടത്. ഇവിടെ ഒരു സെലിബ്രേഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു മാരേജ് അല്ലാച്ച ഒരു എൻഗേജ്മെൻറ്റും പോസിബിൾ ആണ് ഇവിടെ. ആൻഡ് ഈ പേഴ്സൻ്റെ എനർജിയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഇപ്പോൾ 3 of Cups ഉണ്ട് ഇവിടെ. 3 of Cups ഒരു ഒരു സെലിബ്രേഷൻ, ഒരു ഗുഡ് ന്യൂസ്, ഒരു ഗുഡ് മെസ്സേജ്, അങ്ങനത്തെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിലാണ്. അപ്പം നിങ്ങളുടെ സൈഡിലും സെയിം ഫീലിങ്സ് ആണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, അങ്ങനെയാണ് നിങ്ങളെ പരിചയപ്പെട്ട് ഒരു മീറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ടാണ് പോണത്. 6 of Wands ഈ പേഴ്സൻ്റെ എനർജി. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളെ കുറേ അഡ്മയർ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ നിങ്ങളെ കാണുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എനർജി ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് അവർ ആ അട്രാക്ഷൻ ഉണ്ട്. അതുമാത്രമല്ല അവർ നിങ്ങളെ കുറേ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതും ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഇവിടെ ടെമ്പറൻസ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. അപ്പോൾ സഡൻലി ഇവിടെ ഒരു പേഴ്സൺ അവരുടെ എനർജി വിഡ്രോ ചെയ്യണു. ഇപ്പോൾ ഇത് നിങ്ങളാവാം, അവരും ആവാം. പക്ഷെ ടെമ്പറൻസ് ഒരു പുല്ലിങ് ബാക്കിൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് പിമ്പാത്താണ് എടുക്കുന്നത്. ഈ പേഴ്സണും 4 of Pentacles-ലാണ്. അപ്പോൾ 4 of Pentacles-ഉം ഒരു റിസർവ്ഡ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഞാനൊരു പുൾ ബാക്ക് ആണ് കാണുന്നത്. Queen of Swords ഉണ്ട് ഇവിടെ. അപ്പോൾ Queen of Swords ഒരു ട്രൂത്ത് പുറത്തു വരണ എനർജിയാണ്. എന്തോ ഒരു റെവലേഷൻ ഇല്ലാച്ച ഒരു കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കണ എനർജിയാണ്. മേ ബി ഈ പേഴ്സൺ ആണ് അവരുടെ എനർജി വിഡ്രോ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിരിക്കണേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് ഇവരോട് ക്ലാരിഫൈ ചെയ്യണം. ഈ പേഴ്സണിൻ്റെ എനർജി 9 of Wands ആണ്. അപ്പോൾ എന്തോ ഈ പേഴ്സൺ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണോ ഓർ എൽസ് എന്തോ അവർ കേട്ടിട്ടാണോ, പക്ഷെ എന്തോ അവർക്ക് ഒരു പേടി വന്നിരിക്കണോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് നോക്കാം.
അവർ ആക്ച്വലി അവർക്ക് എന്തോ ഒരു പേടിയുണ്ട്, എന്ന് വെച്ചാൽ പാസ്റ്റിലും അവരുടെ ലൈഫിൽ കുറെ ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പേടിച്ചിട്ടായിരിക്കും അവർ ഒരു സ്റ്റെപ്പ് പിമ്പാത്ത് എടുത്തണേ, എന്ന് വെച്ചാൽ അവർക്ക് തോന്നുന്നുണ്ട് ഇത് ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യില്ലാന്ന്. പക്ഷെ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ എനർജി. ഈ എംപറർ എനർജി ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സൈഡിൽ? മൂൺ, ക്യാൻസർ എനർജി, ക്യാൻസർ, പൈസീസ്. അപ്പോൾ ഇവിടെ എന്തോ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ഏരീസ് ചിലപ്പോൾ നിങ്ങൾ ഓപ്പണായി എക്സ്പ്രസ് ചെയ്യാറില്ല. ഓരൽസ് ഇവിടെ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് അറിയാത്ത സീക്രട്ട് ആയിരിക്കാം. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്തോ നിങ്ങളുടെ അടുത്തുനിന്ന് എന്തോ ഒരു സീക്രട്ട് വെച്ചിരിക്കണു. ഓരൽസ് നിങ്ങളുടെ ഏതോ ഒരു സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഈ സീക്രട്ട് എന്താണ്? ഈ മൂൺ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള? ജസ്റ്റിസ്, ലീബ്ര എനർജി. അപ്പോൾ മേ ബി നിങ്ങൾ മാരിഡ് ആണ്, ഓറൽസ് നിങ്ങൾ മുമ്പേ മാരിഡ് ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സീക്രട്ട് ആവാം. അതല്ലാച്ച മേ ബി നിങ്ങൾ ഈ പേഴ്സണെ കുറെ ഡീപ്പായി നിങ്ങളുടെ ഉള്ളിൽ കുറെ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഈ പേഴ്സണോട് അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. മേ ബി അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. 4 of Wands ഈ പേഴ്സൻ്റെ എനർജി, ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു റെന്യൂവൽ ആണ് അവർ കാണുന്നത്. ഒരു റെന്യൂവൽ ആണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. കുറെ ഒരു ഇന്നർ സ്ട്രെങ്ത് ടാപ്പ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ ഈ ബോൾഡ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇതൊരു ഈസി ഡിസിഷൻ അല്ല. എന്തോ അവരൊരു ജഡ്ജ്മെന്റ് റിലീസ് ചെയ്തിട്ടാണ് അവരൊരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ കൂടെ നോക്കണത്. അപ്പോൾ അവരുടെ പാസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും മുമ്പേ, ആൻഡ് ഇത് അവർക്കൊരു ഈസി ഡിസിഷൻ അല്ല. ഈ റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് വരിക പറഞ്ഞാൽ ഈ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അതൊക്കെ അവർക്ക് ഈസി ആയിരിക്കില്ല. മേ ബി അതായിരിക്കും അവർക്ക് ഇത്രയും ഒരു ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യം ഉണ്ടാവണേ. 3 of Cups ഇവിടെ എന്താണ്? പേജ് ഓഫ് വാൻസ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക ത്രൂ ഫ്രണ്ട്സ് ആയിട്ട് ആണ് നിങ്ങൾ പിന്നെ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കുറച്ചൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകണത്. 6 of Wands ഈ പേഴ്സൺ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് ഏരീസ്, അതുകൊണ്ട് ഈ പേഴ്സൺ അട്രാക്റ്റ് ആയി. പക്ഷെ ഇവിടെ ഒരു നോൺ കമ്മിറ്റൽ റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ടെമ്പറൻസ് എന്താണ് ഇവിടെ? 3 of Wands. അപ്പോൾ എവിടെയോ നിങ്ങൾ പുൾ ബാക്ക് ചെയ്തു, എന്നുവെച്ചാൽ നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ആണ് ചെയ്യണം ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. അവർ മേ ബി നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അവർ കുറച്ചൊരു പുൾ ബാക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളും കുറച്ച് പുൾ ബാക്ക് ചെയ്തു. അപ്പോൾ എന്തോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ 4 of Pentacles ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ പാസ്റ്റിൽ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. അവർ ഒരു കാമ വാട്ടേഴ്സിൻ്റെ ഡിറക്ഷനിലാണ് അവർക്ക് പോകേണ്ടത്. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടായി, അതുകൊണ്ട് ഈ പേഴ്സൺ കുറേ ഒരു ആങ്ഷ്യസ് ആയി പോയി. പക്ഷെ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അവർക്ക് നിങ്ങളുടെ ഡിറക്ഷനിലേക്ക് തന്നെയാണ് വരേണ്ടത്. പക്ഷെ കുറേ ഒരു അൺഷുവർ എനർജിയാണ്. അപ്പോൾ ഈ ക്വീൻ ഓഫ് സോർഡ്സ് നിങ്ങളുടെ സൈഡിൽ എന്താണ്? സ്റ്റാർ. അപ്പോൾ ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്, ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജി ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണോട് ഡയറക്ട്ലി നിങ്ങളുടെ ഫീലിങ്സ് പറയണു. ഈ പേഴ്സൻ്റെ എനർജി 9 of Wands എന്തുകൊണ്ടാണ്? അവർക്ക് പേടി എന്താ വെച്ചാൽ ഇതൊരു ബ്രേക്കപ്പ് ആവും, ഇത് വർക്ക്ഔട്ട് ചെയ്യില്ല. 10 of Swords എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ മുമ്പേയും കുറേ ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ പേടിയുള്ളത്. അവരുടെ ലൈഫിൽ ഒരു ഷോക്കിംഗ് ട്രൂത്ത് ഉണ്ടായിട്ടുണ്ട്, ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഡിസിഷനും നിങ്ങളെ ഷോക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല. മേ ബി അവർക്ക് കുറച്ചുകൂടി സമയം വേണ്ടി ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാളും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ തിങ്കിങ്. പക്ഷെ എന്താണ് ഇവിടെ? ടവർ ആൻഡ് 10 of Swords, Queen of Cups, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് കുറേ ഉണ്ട്, പക്ഷെ എന്തോ അവരെ പുൾ ബാക്ക് ആണ് ചെയ്യണത്. മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ധൈര്യം ഇല്ല. അപ്പോൾ ഫ്യൂച്ചർ എന്താ ഈ പേഴ്സൻ്റെ ആക്ഷൻസ് ആവുക? ഫ്യൂച്ചറിൽ 5 of Swords ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, നെഗറ്റീവ് കോൺവെർസേഷൻസ്. 2 of Wands അവർ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ സിറ്റുവേഷൻ ശരിയാവോ,
ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാണ്ട് അപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യും, കുറച്ച് ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് എനർജിയിൽ തന്നെ ആവും. അപ്പോൾ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ലവ് ഉണ്ട്, പക്ഷെ കമ്മിറ്റ്മെന്റിന് പറയുമ്പോൾ എന്തോ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. 2 ഓഫ് കപ്സ് ഇവിടെ എന്താണ്, ഏസ് ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ ഒരു റിന്യൂവൽ ഉണ്ടാവും, കുറെ പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഇത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സണ് ഫസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവരുടെ സൈഡിൽ ആ കമ്മിറ്റ്മെന്റ് എപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് അത് ഈസിലി വരാൻ പോകുന്നില്ല. ഓക്കെ, കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് ഏരീസിന് വേണ്ടിയിട്ട്? കോഡിപ്പെൻഡൻസി, അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. മേ ബി നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ആൻഡ് ആ എക്സ്പെക്ടേഷൻ ഈ പേഴ്സണ് മേ ബി ഈ സമയത്ത് അവർ റെഡി ആയിരിക്കില്ല അതിന് വേണ്ടിയിട്ട്. സോൾമേറ്റ്, യെസ് ദിസ് ഇസ് യുവർ സോൾമേറ്റ്. അപ്പോൾ ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്, ഇതൊരു കൺഫർമേഷനുമായി. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഈ പ്രശ്നമുണ്ട്, എന്തോ ഒരു ബ്ലോക്കേജ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് ആണ് ഈ പേഴ്സൺ മുമ്പോട്ട് പോവാത്തത്. പക്ഷെ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടാ, ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക, വേഗം ബുക്ക് ചെയ്യുക. അത്ര സെഷൻസ് ഇപ്പോൾ ഇല്ല ബാക്കി, അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ അവിടെയൊക്കെ ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിനെ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി എത്രയും നിങ്ങൾ ലൈക്ക് ചെയ്യണു, വ്യൂസ് കിട്ടണു, അത്രയും ഞാൻ വേഗം ഏരീസിൻ്റെ വീഡിയോസ് ഇടും. അപ്പോൾ ഇപ്രാവശ്യം ഇതിന് ലൈക്സ് കുറേ കൊടുക്കുക, ആൻഡ് വ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക, ഇങ്ങനെ ഷെയർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലും ഈ വീഡിയോ അൽഗോറിതമിൽ മുകളിൽ പോകും, അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിനെ കാണും. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.